ഹലോ ഗൈസ് അപ്പോൾ ഞാൻ ഇന്ന് സങ്കട വാർത്ത ഇട്ടാണ് വന്നിരിക്കുന്നത്. നമ്മുടെ ഭൂതത്താങ്കോവിലെ ഉത്സവം തീർന്നിരിക്കുകയാണ്. നമ്മുടെ വീട്ടിൻ്റെ അടുത്തുള്ള സായിക്കുളം ശ്രീ ഭൂതത്താൻ്റെ ക്ഷേത്രത്തിൽ. അപ്പോൾ ഭയങ്കര സങ്കടമാണ് എല്ലാവർക്കും. കാരണം ഈ വർഷത്തെ ഉത്സവം അടിപൊളിയായിരുന്നു. ഈ വർഷത്തല്ല, കഴിഞ്ഞ വർഷം തൊട്ട് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല. കഴിഞ്ഞ വർഷം എനിക്കൊന്നും അറിഞ്ഞൂടായിരുന്നു ഇതിനെക്കുറിച്ച്. അപ്പോൾ എൻ്റെ കാശി ചേട്ടനാണ് എനിക്ക് പഠിപ്പിച്ചു തന്നത്. അപ്പോൾ അങ്ങനെ പിന്നെ നമ്മുടെ ഇത് കഴിഞ്ഞ വർഷമാണെങ്കിൽ പാനിപൂരി സ്റ്റോളും ഐസ്ക്രീം സ്റ്റോളും കളിപ്പാട്ടങ്ങളും അതൊക്കെ ഇത് എല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാ വർഷവും ഇവിടെ 5 ദിവസത്തെ ഉത്സവമാണ്. ഞാൻ ജനിച്ചപ്പോൾ ആ വർഷത്തെ കാര്യം എനിക്കറിയില്ലായിരുന്നു. ബാക്കി 2 വയസ്സുള്ള കാര്യം എനിക്കറിയാം. 1 വയസ്സൊന്നും അറിഞ്ഞില്ലായിരുന്നു. അപ്പോൾ എല്ലാവരും പറഞ്ഞു 2026 7 ദിവസത്തെ ഉത്സവം വയ്ക്കും. എൻ്റെ അച്ഛനും എൻ്റെ കൂടെ പറഞ്ഞു, എൻ്റെ ഫ്രണ്ട്സും എല്ലാവരും എൻ്റെ കൂടെ പറഞ്ഞു. അപ്പോൾ ഞാൻ പറ്റുമെങ്കിൽ കൊള്ളാം. എല്ലായിടത്തും ഇങ്ങനെ വയ്ക്കലില്ലേ, നമ്മൾ മാത്രമാണ്. നമ്മളെ വീട്ടിൻ്റെ അടുത്ത് വേറൊരു കോവിൽ ഉണ്ട്, അത് യക്ഷിയമ്മയെന്ന്. ഇളവംകുളം ചായക്കുളം അക്കരെ അങ്ങനത്തെ ഒരു ബന്ധമാണ്. അപ്പോൾ വേറൊരു കോവിലുണ്ട്, അതെൻ്റെ അച്ഛൻ്റെ ബന്ധുവിൻ്റെ വീട്ടിനടുത്തുള്ള വീരനാവ്. അവിടെ 5 ദിവസമാണ്. അവിടെ 5 ദിവസമെങ്കിലും 2 ദിവസം അല്ലാത്ത 2 ദിവസം നടക്കും. അപ്പോൾ ലൈറ്റൊന്നും അഴിക്കില്ല. പരിപാടി ഇല്ലെന്നേ ഉള്ളൂ. പരിപാടി സ്റ്റോളൊന്നും ഇല്ലെന്നേ ഉള്ളൂ. പരിപാടി ഉണ്ട്, തിരുവാതിര 2 ദിവസം തിരുവാതിരയുണ്ട്. അപ്പോൾ അങ്ങനത്തെ കാര്യമാണ്. അപ്പോൾ അങ്ങനെ അച്ഛൻ ദൂരം ഈ വർഷം ചോദിച്ച് ഈ നോട്ടീസൊക്കെ കണ്ടിട്ട് എനിക്ക് കരച്ചിൽ വന്ന്. അപ്പോൾ ഞാൻ അച്ഛൻ്റെ ചോദിച്ചു, അച്ഛാ ഈ വർഷമെങ്കിലും അച്ഛൻ വയ്ക്കുമെന്ന് പറഞ്ഞില്ലേ 7 ദിവസം, പിന്നെ എന്തെന്ന് ചോദിച്ചപ്പോൾ അച്ഛൻ പറഞ്ഞ് 2 ദിവസത്തെ ചിലവ് പാടല്ലേ, അപ്പോഴതുകൊണ്ട് വയ്ക്കാത്തതെന്ന്. അച്ഛൻ അല്ലെങ്കിലും പ്രാർത്ഥിച്ച് കളിപ്പാട്ടമൊന്നും വയ്ക്കില്ലെന്ന്. എൻ്റെ അനിയനാണെങ്കിൽ കളിപ്പാട്ടത്തിന് ഭയങ്കര ഇതാണ്. അതുകൊണ്ട് എൻ്റെ അനിയന് കളിപ്പാട്ടം വേണം. അതുകൊണ്ട് കളിപ്പാട്ടമൊന്നും വയ്ക്കല്ലേന്ന് അച്ഛൻ പ്രാർത്ഥിച്ച്. അതുകൊണ്ട് കളിപ്പാട്ടമൊന്നും വച്ചില്ല. എനിക്കൊരു വാച്ച് വാങ്ങിച്ചു, അതാണ് ഞാൻ ഇപ്പോൾ കാണിച്ചത്. അത് എൻ്റെ അനിയനാണെങ്കിൽ 500 രൂപയിലെ സാധനത്തിൻ്റെ അകത്ത് എന്തൊരു വാങ്ങിച്ച് 500 രൂപയ്ക്കകത്തൊക്കെ വരും. അപ്പോൾ ഈ വീഡിയോ ഇപ്പോൾ വൈൻഡപ്പ് ചെയ്യാണ്. ഇഷ്ടപ്പെട്ട ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.